السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين. ഏറെ ബഹുമാന്യരായ SKSMന്റെ നേതാക്കളെ, പണ്ഡിതന്മാരെ, മഹത്തായ ഈ സദസ്സിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ നിഅമത്ത് കൊണ്ട് ഈ സദസ്സിൽ ഒത്തൊരുമിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു അവസരം തന്നു. ഇത് ഒരു ചെറിയ കാര്യമല്ല. ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ 2948 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജ്റത്തിൻ ഇലയ്യ. ഹർജിന്റെ അവസ്ഥയിൽ നിർവഹിക്കുന്ന ഇബാദത്ത് കഹിജ്റത്തിൻ ഇലയ്യ, എന്നിലേക്കുള്ള ഹിജ്റ പോലെയാണ് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു. എന്താണ് ഹർജിലുള്ള ഇബാദത്ത്? ആ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ മഹാനായ ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞു, അൽ മുറാദു ബിൽ ഹർജി ഹുനാ. ഹർജ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽ ഫിത്നതു വഖ്തിലാതു ഉമൂരിൻ നാസ് വസബബു കസ്റതി ഫദ്ലിൽ ഇബാദതി ഫീഹി അന്ന الناس يغفلون عنها ويشتغلون عنها ولا يتفرغ لها إلا أفراد. മറ്റുള്ള ആളുകളെല്ലാം വ്യത്യസ്തങ്ങളായ ഫിത്നകളിൽ വിരാജിച്ചു കൊണ്ടിരിക്കുകയാണ്. ആളുകൾ പലവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെല്ലാം അവരുടെ ഐഹികമായ താല്പര്യങ്ങൾ, ദുനിയാവിന്റെ കെട്ടുപാടുകളുമായി ചുറ്റിത്തിരിയുമ്പോൾ ഒരു സംഘം ആളുകൾ അവർ ഇബാദത്തിലാണ്, അവർ അല്ലാഹുവിന്റെ പേരിൽ ഒന്നിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ വസബബു കസ്റതി ഫദ്ലിൽ ഇബാദതി ഫീഹി, ഓരോരുത്തരും അവരവരുടെ വഴി നോക്കിയിട്ട് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് അവരുടെ സുഖങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ജീവിക്കുന്ന വേളയിൽ
അള്ളാഹുവിന് വേണ്ടി സമയം മാറ്റിവെച്ചവർ, അള്ളാഹുവിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയവർ, അത് ഒറ്റപ്പെട്ട ആളുകൾ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കഹിജ്റതി ഇലയ്യ, എന്നിലേക്ക് ഹിജ്റ വരുന്നത് പോലെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഒരു ഹിജ്റയായി നമ്മുടെ ഈ അധ്വാനത്തെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിവിടെ ചെലവഴിക്കുന്ന ഓരോ സമയവും ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹിജ്റയുടെ അവസരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനിന്നിവിടെ വന്നു ഈ ലേൺ ദ ഖുർആൻ അതിൻ്റെ സമ്മാനാർഹരായ ആളുകൾ അവരെ കണ്ടു എന്ന് മാത്രമല്ല, ഇന്നിവിടെ പ്രസിദ്ധീകരിച്ച പ്രകാശനം ചെയ്ത ബലാഗുൽ ഖുർആൻ എന്ന ഈ പുസ്തകം അതിങ്ങനെ തുറന്നു നോക്കി. അതിൻ്റെ ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജ്, ഹജ്ജിനെ സംബന്ധിച്ചാണ്. 22-ാം അധ്യായമാണ് ഈ 18-ാമത്തെ ഫേസിൽ ആദ്യമായി പഠിക്കുന്നത്. ഇതിന്റെ ഒന്നാമത്തെ ആയത്തു തന്നെ യഥാർത്ഥത്തിൽ നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, മുഅ്മിനുകളായ ആളുകളും മുഅ്മിനല്ലാത്ത ആളുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. ഒരിക്കലും നമ്മൾ എത്തീസ്റ്റുകളല്ല, മെറ്റീരിയലിസ്റ്റുകളല്ല, ഭൗതികവാദികളല്ല. നേരെ മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായ ആദർശമുണ്ട്, ലക്ഷ്യമുണ്ട്, സ്വപ്നമുണ്ട്. നമ്മുടെ ലക്ഷ്യം ഈ ദുനിയാവിനപ്പുറമുള്ള ഒരു ലോകമാണ്. ഒരു ഭൗതികവാദിക്ക്, ഒരു മെറ്റീരിയലിസ്റ്റിന് അത്തരം ഒരു സ്വപ്നം കാണാൻ സാധ്യമല്ല. അവന്റെ ലോകവും അവന്റെ സ്വർഗവും അവന്റെ കുടുംബവും അവന്റെ ജീവിതവും അവന്റെ സുഖവാസ കേന്ദ്രവും ഒക്കെ ഈ ദുനിയാവ് മാത്രമാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഖുർആൻ പറഞ്ഞില്ലേ, ജീവിതം എന്ന് പറഞ്ഞാൽ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ. മെറ്റീരിയലിസ്റ്റുകൾ അവരുടെ ആദർശമായി സ്വീകരിച്ചത് ഖുർആൻ വിശദീകരിച്ചതാണ്. ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ. ഇവിടെ നാം ജീവിക്കുന്നു, ഇവിടെ നാം ഒടുങ്ങുന്നു, ഇവിടെ നാം മരിക്കുന്നു. വമാ നഹ്നു ബിമബ്ഊതീൻ. അതിനപ്പുറം ഒരു പുനരുത്ഥാനമോ മറ്റൊരു ജീവിതമോ ആഖിറമോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ദുനിയാവിനെ സ്വർഗമായി കണ്ട് ജീവിക്കുന്നവരാണവർ. ഇതിൽ നിന്ന് വ്യത്യസ്തമായി അമ്പിയാക്കൾ അവർ പഠിപ്പിച്ച, അവർ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ ആദർശമുണ്ട്, നിലപാടുണ്ട്. അത് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ആ നിലപാട് സൂറത്തുൽ ഹജ്ജിന്റെ ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. എന്താണ് അല്ലാഹു അവിടെ പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസു തഖൂ റബ്ബകും ഇന്ന സൽസലത്തസ് സാഅതി ശൈഉൻ അദീം യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറൻ നാസ സുകാറാ വമാ ഹും ബിസുകാറാ വലകിന്ന അദാബല്ലാഹി ശദീദ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ ഖുർആനിന്റെ കോപ്പി അത് എഴുതിയവരുണ്ട്, പരിഭാഷ നൽകിയവരുണ്ട്, അത് അച്ചടിക്കാൻ സമ്പത്ത് നൽകിയവരുണ്ട്. നമ്മുടെ കയ്യിലതുണ്ട്. ഇവിടെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പഠനം ആരംഭിക്കുകയാണ്. അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി തുടങ്ങുകയാണ്. എന്ത് റബ്ബ് അവിടെ പറയുന്നത്? യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഓ മനുഷ്യരെ, മനുഷ്യരായി പിറന്നവരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ, തഖ്വയുള്ളവരായി കൊള്ളണേ, തഖ്വയോടെ നിങ്ങൾ ജീവിക്കണേ. കാരണം ഇന്ന സൽസലത്തസ് സാഅതി ശൈഉൻ അദീം, ഈ മഹാപ്രപഞ്ചത്തിന്, നിങ്ങൾ വസിക്കുന്ന ഭൂമിയടക്കമുള്ള ലോകത്തിന് ഒരു നാശമുണ്ട്. അവസാനം ഒരു പ്രകമ്പനം ഇവിടെ സംഭവിക്കാനുണ്ട്, ഒരു സിൽസാൽ ഇവിടെ സംഭവിക്കാനുണ്ട്. അത് വലിയ ഒരു സംഭവം തന്നെയാണ് എന്ന് ഖുർആൻ പറയുകയാണ്. മനസ്സിലാക്കണം അതിന്റെ ഗൗരവം എത്രയാണ്. നമുക്കറിയാം, എന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് ഗവേഷണം നടത്തി പറയുന്നത്, മഹത്തായ ഈ ലോകത്തിന്റെ, വിശാലമായ ഈ ലോകത്തിന്റെ നാശത്തെ സംബന്ധിച്ചാണ്. മാത്രമല്ല ISRO നേതാക്കൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്,
ഈ മഹാപ്രപഞ്ചത്തിന്റെ നാശത്തെക്കുറിച്ചാണ്. കേവലം 500 കൊല്ലങ്ങൾക്കപ്പുറം സൂര്യൻ തകർന്നു വീഴുമെന്നാണ് ISRO തലവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്തേ കാരണം? അതേ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മഹാപ്രപഞ്ചം. വിശുദ്ധ ഖുർആൻ അല്ല സർവ അമ്പിയാക്കളും ലോകത്തോട് അത് വിളിച്ചു പറഞ്ഞു. ഇന്ന സൽസലത്തസ്സാഅ ശൈഉൻ അദീം. അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ അതിന്റെ 1/3 ഭാഗം മാറ്റിവെച്ചത് ഈ വിഷയം പറയാനാണ്. വിശുദ്ധ ഖുർആനിലെ മുഫസ്സലുകളായ സൂറത്തുകൾ അതിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അതിൽ മുഴുവനും ഈ വിവരമാണ്. അതിന്റെ വിശദീകരണത്തിൽ തന്നെ ഈ പുസ്തകത്തിൽ അത് നൽകിയത് കാണാൻ കഴിയും. എന്താണ് സിൽസാൽ? എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ നാശം? ഖുർആൻ പറഞ്ഞില്ലേ, ഈ മഹാപ്രപഞ്ചം അത് അസ്തമിക്കുന്ന സമയം ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. ഭൂമി അതിന്റെ പ്രകമ്പനം, അതിന്റെ വിറക്കൽ വിറക്കുന്ന ദിവസമാണ്. ഭൂമി അതിന്റെ എല്ലാവിധ സന്തുലിതാവസ്ഥയും നഷ്ടപ്പെട്ടു പോകുന്ന ദിനമാണ്. മാത്രമല്ല, ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്ന, അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുന്ന പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് വത്തകൂനുൽ ജിബാലു കൽഹിനിൽ മൻഫൂസ്. പർവ്വതങ്ങൾ കടഞ്ഞെടുത്ത രോമം പോലെ പാറിപ്പോകുന്ന ദിവസമാണ്. ഭൂമിയുടെ ഗ്രാവിറ്റി നഷ്ടപ്പെട്ടുകൊണ്ട് ഭൂമിയിൽ നിന്ന് പർവ്വതങ്ങൾ അടർന്നു മാറുന്ന ദിവസമാണ്. വഹുമിലത്തിൽ അർളു വൽ ജിബാലു ഫദുക്കതാ ദക്കതൻ വാഹിദാ. കൂറ്റൻ പർവ്വതങ്ങളും ഭൂമിയും പരസ്പരം തമ്മിലിടിച്ച് തകർന്നു വീഴുന്ന ദിവസമാണ്. മാത്രമല്ല, ഇത് ശംസു കുവ്വിറത്, സൂര്യൻ അതിന്റെ പ്രഭ മങ്ങിപ്പോകുന്ന ദിവസമാണ്. വഖസഫൽ ഖമർ, ചന്ദ്രന്റെ പ്രഭ അസ്തമിച്ചു പോകുന്ന ദിവസമാണ്. വജുമിഅ ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും പരസ്പരം കൂട്ടിയിടിക്കുന്ന നാളാണ്. അങ്ങനെ ഒരു ദിവസം സംഭവിക്കുമ്പോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാനുണ്ടാവില്ല. അല്ലെങ്കിൽ നിയമകൂടത്തിനോ ഭരണകൂടത്തിനോ ഒന്നും സഹായിക്കാൻ കഴിയില്ല. മനുഷ്യർ ആർജിച്ചെടുത്ത അധുനാധുനികമായ ടെക്നോളജികൾ കൊണ്ടൊന്നും നേടാൻ കഴിയില്ല. ഈ മഹാപ്രപഞ്ചത്തിന് നാശം സംഭവിക്കുമ്പോൾ യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത്. മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ ഉമ്മമാരും ആ സമയമങ്ങ് സംഭവിച്ചാൽ തന്റെ മടിത്തട്ടിലുള്ള പിഞ്ചോമനിയെ ദൂരേക്ക് വലിച്ചെറിയുന്നത് നിനക്ക് കാണാം. വതളഉ കുല്ലു ദാത്തി ഹംലിൻ ഹംലഹാ. ഗർഭസ്ഥകളായ സ്ത്രീകൾ അവർ സമയമാകാതെ അവരുടെ വയറിന്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് തള്ളുന്നത് നിനക്ക് കാണാം. വതറന്നാസ സുകാറാ വമാ ഹും ബിസുകാറാ. ജനങ്ങളെല്ലാം മസ്തടിച്ചവരെ പോലെ, കള്ളു കുടിച്ചവരെ പോലെ പിച്ചും പേയും പറയുന്നത് നിനക്ക് കാണാം. വമാ ഹും ബിസുകാറ, അവരാരും മദ്യപിച്ചവരല്ല, അവരാരും MDMA അടിച്ചവരല്ല. നേരെ മറിച്ച് വലാകിന്ന അദാബല്ലാഹി ശദീദ്, അല്ലാഹുവിന്റെ ശിക്ഷയെ താങ്ങാൻ കഴിയാതെ പോയതാണ്. അല്ലാഹുവിന്റെ ശിക്ഷയെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയതാണ്. അങ്ങനെ ഒരു അവസരം ഈ ലോകത്തിനുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞു. അതോടെയെല്ലാം അസ്തമിച്ചിരുന്നെങ്കിൽ, അതോടെയെല്ലാം തകർന്നു വീണിരുന്നെങ്കിൽ, അതോടെയെല്ലാം തീർന്നു പോയിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അതോടെയെല്ലാം അവസാനിപ്പിച്ച് എല്ലാം പിരിഞ്ഞു പോകുന്നു എന്ന് വിശ്വസിക്കാമായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഒരിക്കലും അതോടെ എല്ലാം അവസാനിക്കുകയല്ല, മറ്റൊന്ന് ആരംഭിക്കുകയാണ്. മറ്റൊന്ന് ആരംഭിക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരു ലോകം അല്ലാഹു തീർക്കുകയാണ്. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്. വിശാലമായ ആകാശഭൂമികൾ തകർന്നാൽ കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. സർവ്വതും തകർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജലാലിയത്ത്, അവന്റെ ഔന്നത്യത്തിൽ, അതിന്റെ പ്രതാപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ബാക്കിയാകുമ്പോ ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിലെ സർവമാന വസ്തുക്കളും തകർന്ന് വീഴുമ്പോ, ആ നാശം സംഭവിച്ചു കഴിഞ്ഞാൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്, ഇന്ന് കാണുന്ന ആകാശഭൂമികളല്ലാത്ത അവസ്ഥയിൽ മറ്റൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മിക്കുകയാണ്. അവൻ പടക്കുകയാണ്. അവൻ ബാരി ആണ്, അവൻ ഖാലിഖാണ്, അവൻ മാലിക്കാണ്, മുദബ്ബിറാണ്.
അവനെ സംബന്ധിച്ചിടത്തോളം ഇദാ അംറുഹു ഇദാ അറാദ ശൈഅൻ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ, ഏതെങ്കിലും ഒരു കാര്യം അവൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് നിർമ്മിക്കാനോ പുനരുദ്ധരിക്കുവാനോ ഒരു പ്രയാസമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ കുൻ എന്നവൻ പറയേണ്ട താമസം ഫയകൂൻ. നിലവിലുള്ള ആകാശഭൂമികളല്ലാത്ത അവസ്ഥയിലേക്ക് മറ്റൊരു ലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തു കഴിഞ്ഞാൽ രണ്ടാമതും കാഹളത്തിൽ ഊതപ്പെടുമ്പോ ഖബറുകളിൽ നിന്ന് മുഴുവൻ ആളുകളും എഴുന്നേറ്റ് വരുമെന്ന് അല്ലാഹു വളരെ കൃത്യമായി പഠിപ്പിച്ചു. സംശയത്തിന് ഇടയില്ലാത്ത വിധം പഠിപ്പിച്ചു. ഖബറുകളിൽ നിന്ന് നൂറ്റാണ്ടുകളായി മരിച്ചു മൺമറഞ്ഞു പോയ മനുഷ്യർ, ഭൂമി വിഴുങ്ങിയ മനുഷ്യർ, ഭൂമി നുരുമ്പിച്ചു തീർത്ത മനുഷ്യർ, ഭൂമി തിന്നു തീർത്ത മനുഷ്യർ, അതാണല്ലോ ഭൂമിയെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് അലം നജഅലിൽ അർള മിഹാദാ അലം നജഅലിൽ അർള കിഫാതാ അഹ്യാഅൻ വ അംവാതാ. മരിച്ചവർക്കും ജീവനുള്ളവർക്കും ഭൂമി മതിയായതാക്കി എന്ന് അല്ലാഹു പറഞ്ഞില്ലേ? ജീവനുള്ളപ്പോൾ ഓടി നടക്കാൻ ഭൂമി മതിയായതാണ്, ജീവിക്കുന്നവർക്ക് വസിക്കാൻ ഭൂമി മതിയായതാണ്, കൊട്ടാരങ്ങൾ കെട്ടിപ്പിടിക്കാൻ ഭൂമി മതിയായതാണ്, അതുപോലെ തന്നെ പാലങ്ങളും അതുപോലെ തന്നെ ഫ്ലൈ ഓവറുകളും തീർക്കാൻ ഭൂമി മതിയായതാണ്, ബുർജ് ഖലീഫകൾ തീർക്കാൻ ഭൂമി മതിയായതാണ്, ജീവിച്ചിരിക്കുന്നവർക്ക് സുഖവാസത്തിന് ഈ ഭൂമി മതിയായതാണ്. എന്നാൽ അവൻ പിടഞ്ഞു വീണ് മരിച്ചാലോ ആ മരിച്ച മനുഷ്യനെ മണ്ണു മാന്തി അതിൻ്റെ ഉള്ളിലിട്ട് മൂടിയാൽ മതി, അതും ആ മരിച്ചവനും ഭൂമി മതിയായതാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അങ്ങനെ മരിച്ചു മണ്ണ് മറഞ്ഞു പോയ ഖബറിൽ കിടക്കുന്ന മനുഷ്യർ, അസ്ഥിപഞ്ജരങ്ങളായ ആളുകൾ രണ്ടാമത് കാഹളത്തിൽ ഊതപ്പെടുമ്പോ ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ, ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് പരസ്പരം നോക്കുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ഇത് പറഞ്ഞപ്പോ ചില ബുദ്ധിജീവികളായ ആളുകൾ, ചില ജീനിയസായി അഭിനയിക്കുന്ന ആളുകൾ അവർ പറഞ്ഞു അതെങ്ങനെയാ സംഭവിക്കുക, അതുണ്ടാവുമോ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? അസ്ഥിപഞ്ജരങ്ങൾ അത് രണ്ടാമത് എഴുന്നേറ്റ് വരുമെന്നോ, നുരുമ്പിപ്പോയ മനുഷ്യർ രണ്ടാമത് എഴുന്നേറ്റ് വരുമെന്നോ സംശയിച്ചവർക്ക് അല്ലാഹു മറുപടി പറഞ്ഞു കൊടുത്തില്ലേ? അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم. മരിച്ചവർ ജീവിക്കുമോ എന്ന് ചോദിച്ചവർക്ക് അല്ലാഹു നൽകിയ മറുപടിയാണ് മനുഷ്യനവന് മൂളയില്ലേ, ബുദ്ധിയില്ലേ, ചിന്തയില്ലേ, അവൻ കാണുന്നില്ല, മനസ്സിലാക്കുന്നില്ലേ? അന്നാ ഖലഖനാഹു മിൻ നുത്ഫ. ഇന്ന് വലിയ ഗാംഭീര്യമുള്ള മസലുള്ള പവറുള്ള അധികാരിയായ ഭരണാധികാരിയായ മന്ത്രിയായ കളക്ടറായ ഡോക്ടറായവൻ അവൻ ആരായിരുന്നുവെന്ന് ചിന്തിക്കുന്നില്ലേ? അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു നുത്ഫത്തായിരുന്നു, ഇന്ദ്രിയമായിരുന്നു, ശ്രവിക്കപ്പെടുന്നൊരു തുള്ളി മാത്രമായിരുന്നു. അവിടെ നിന്ന് മാതാവിന്റെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ചിരുന്നൊരട്ടയെ പോലെ മെല്ലെ മെല്ലെ വളർന്നു വലുതായി വന്നവനാണവൻ. അങ്ങനെയാണ് പിന്നെ കൈകാലുകൾ ഉണ്ടായത്, കൽബുണ്ടായത്, ആധുനിക കമ്പ്യൂട്ടറുകളെ കണ്ടുപിടിക്കാൻ കഴിയുന്ന ബ്രെയിൻ അവനുണ്ടായത്, ആമാശയ വ്യവസ്ഥയുണ്ടായത്, കൈകാലുകളും അതുപോലെ തന്നെ ആന്തരികാവയവങ്ങളും ബാഹ്യരൂപങ്ങളുമൊക്കെയായി നല്ല ഒത്ത മനുഷ്യനായി അവൻ മാറിയത്. അങ്ങനെ അവൻ വളർന്നു വലുതായി. അവനിതാ PhD എടുക്കാൻ പോവുകയാണ്, ഡോക്ടറേറ്റ് എടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഇതാ അവൻ ഭൗതികമായി പഠിച്ച് മുന്നേറിയിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. പക്ഷേ അവൻ ചോദിച്ച ചോദ്യമാകട്ടെ മണ്ടൻ ചോദ്യമാണ്. വനസിയ ഖൽഖഹു, അവനെ തന്നെ മറന്നുകൊണ്ട്, സ്വന്തം സൃഷ്ടിപ്പിനെ തന്നെ മറന്നുകൊണ്ട് ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യം മയ്യുഹിൽ ഇളാമ വഹിയ റമീം, ഞാൻ ഭൂമിയിൽ മണ്ണോട് ചേർന്ന് പോയാൽ പിന്നെ എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റ് വരിക? ആരാണ് എന്നെ രണ്ടാമത് ജീവിപ്പിക്കുക എന്നാണ് അവൻ ചോദിക്കുന്ന വലിയ ചോദ്യം. കുൽ നബിയെ, താങ്കൾ അതിന് മറുപടി പറഞ്ഞു കൊടുത്തേക്ക്. യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ഈ പറയാനുള്ളൊരു അസ്ഥി പോലും ഇല്ലാതിരുന്ന ഘട്ടത്തിൽ നിന്ന് ആദ്യം അവനെ ആരാണോ പടച്ചത് അവൻ തന്നെയായിരിക്കും രണ്ടാമതും അവനെ പടക്കുക. അപ്പൊ രണ്ടാമത് എഴുന്നേറ്റ് വരിക എന്നുള്ളത് ഒരു പ്രശ്നമില്ല. കാര്യം ആദ്യം ഇല്ലാത്ത അവസ്ഥയിൽ പടച്ചില്ലേ, ആ അവസ്ഥയിൽ നിന്ന് വളർന്നിട്ടല്ല അവൻ ജീവിക്കുന്നത്. ഇനി ഉണ്ടായിരുന്നവനെ രണ്ടാമത് റീഫോം ചെയ്യുക എന്നുള്ളത് ഇല്ലായ്മയിൽ നിന്ന് അവനെ പടക്കുന്നത്രയും പ്രയാസമുള്ളതല്ലല്ലോ.
എന്നാണ് ഖുർആൻ ഒരിടത്ത് പറഞ്ഞത്. മറ്റൊരിടത്ത് അല്ലാഹ് ചോദിച്ചത് അഅന്തും അശദ്ദു ഖൽഖൻ അമിസ്സമാ ബനാഹ. ഈ ചെറിയ മനുഷ്യൻ, ഈ ചെറിയ പീക്കിരിയായ മനുഷ്യൻ, അവനെ പടക്കാനാണോ പ്രയാസം? അക്കാണുന്ന ആകാശലോകത്തെ അനന്തകോടി നക്ഷത്രങ്ങളെ പടക്കാനാണോ പ്രയാസം? ആകാശത്തെ പടക്കാനാണോ പ്രയാസം? ഈ പീക്കിരിയെ പടക്കാനാണോ പ്രയാസം? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ആകാശത്തെ പടച്ചവനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് ഈ കുഴിയിൽ നിന്ന്, ഖബറിൽ നിന്ന് ഈ മനുഷ്യനെ പുറത്തേക്ക് വലിച്ചിടുക എന്നത് വല്ല പ്രയാസമുള്ള കാര്യമാണോ? അപ്പോ മനുഷ്യ ജീവിതം രണ്ടാമതുണ്ടാകുമെന്ന് ഖുർആൻ പറഞ്ഞപ്പോ മനുഷ്യ ബുദ്ധി അത് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ ആ വിവരം പറഞ്ഞത്. എന്നിട്ടല്ല പറഞ്ഞു, ഓരോ മനുഷ്യനും അവന്റെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് തലയിലെ മണ്ണ് തട്ടിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യം, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന മനുഷ്യർ തലയിലെ മണ്ണ് തട്ടിക്കൊണ്ട് ചോദിക്കുന്നു, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ആരാണ് ഉറക്കിൽ നിന്ന് എന്നെ വിളിച്ചുണർത്തിയത്? ആരാണ് ഖബറിൽ നിന്ന് എന്നെ എന്നെ വിളിച്ചുണർത്തിയത്? ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മനുഷ്യൻ പറയുന്ന പറച്ചിലാണ്. അവൻ വിചാരിച്ചത് അവൻ ഉറങ്ങുകയായിരുന്നു മുറിയിൽ. ആ മുറിയിൽ ഉറങ്ങുന്ന അവസ്ഥയിൽ നിന്ന് ആരോ വിളിച്ചുണർത്തിയതാണെന്നാണ് ആ സാധു വിചാരിക്കുന്നത്. മരിച്ച വിവരം അവനിതാ മറന്നു പോവുകയാണ്. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് പോലെ അവൻ എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ട് അവൻ ചുറ്റുഭാഗം നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, താൻ ജീവിച്ചപ്പോൾ മരിച്ച അപ്പ ഇവിടെയുണ്ട്, വല്യാപ്പ ഇവിടെയുണ്ട്, എളാപ്പ ഇവിടെയുണ്ട്, പ്രസിഡന്റ് അപ്പുറത്തുണ്ട്, സെക്രട്ടറി ഇവിടെയുണ്ട്. താൻ മറമാടി ആളുകളെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്ന കൂട്ടത്തിലാണ് താനുമുള്ളത്. അവന് മനസ്സിലാകുന്നു, ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റതല്ല, പരമകാരുണ്യകനായ പടച്ചവൻ വഅദ ചെയ്ത, വാഗ്ദാനം ചെയ്ത നാളിൽ ഞാൻ എത്തിയതാണ്. പരലോകമാണിത്. മാലിക് യൗമിദ്ദീൻ എന്ന് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് ഓതിയ ദിനമുണ്ടല്ലോ, നടപടി ദിവസത്തിന്റെ ദിവസം, നടപടിയുടെ ദിവസം. ആ ദിവസത്തിൽ ഞാൻ എത്തിയതാണ് അവൻ മനസ്സിലാക്കുകയാണ്, തിരിച്ചറിയുകയാണ്. ആ സന്ദർഭത്തിൽ ഇതാ എല്ലാവരും അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലയോ, റസൂലുള്ളാഹി പ്രസംഗിച്ചില്ലയോ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ഹദീസ് ഉദ്ധരിച്ചില്ലയോ, ഇന്നകും മഹ്ശൂറൂന ഖുഫാതൻ ഉറാതൻ ഇല്ലാ. പാരത്രിക ലോകത്ത് പടച്ചവന്റെ മുന്നിൽ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന മനുഷ്യരിതാ ആരും വസ്ത്രം ധരിച്ചിട്ടില്ല, തുണി ഉടുത്തിട്ടില്ല, ചെരുപ്പ് ധരിച്ചിട്ടില്ല, ചേലാകർമ്മം ചെയ്യപ്പെട്ടിട്ടില്ല. തുണി ഉടുക്കാതെ ചേലാകർമ്മം ചെയ്യപ്പെടാത്ത അവസ്ഥയിൽ, ചെരുപ്പ് ധരിക്കാത്ത അവസ്ഥയിൽ ഖുർആൻ പറഞ്ഞു, കന്നഹും ജറാദും മുന്തശിർ. ഇതാ കൂട്ടമായി പരന്നു പറക്കുന്ന വെട്ടുകിളികളെ പോലെ കൂട്ടം കൂട്ടമായി ഓരോ ഖബർസ്ഥാനുകളിൽ നിന്നും ആളുകൾ എഴുന്നേറ്റുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിളിക്കുത്തരം നൽകി ചെല്ലുകയാണ്. ആ ദിവസത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ ദിവസത്തിന്റെ പ്രത്യേകത, യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഒരുപക്ഷേ ദുനിയാവിൽ 60 70 കൊല്ലം ജീവിച്ചപ്പോ കട്ടും കവർന്നും തട്ടിച്ചും വെട്ടിച്ചും കോടികൾ സമ്പാദിച്ച സമ്പാദ്യം നിനക്കുണ്ടാകും, അതല്ലെങ്കിൽ വലിയ മക്കൾ നിനക്കുണ്ടാകും, ആസ്തി നിനക്കുണ്ടാകും, ആർഭാടം നിനക്കുണ്ടാകും, കൊട്ടാരം നിനക്കുണ്ടാകും, സൗകര്യങ്ങൾ നിനക്കുണ്ടാകും. പക്ഷേ ആഖിറത്തിലെത്തിയാൽ നിന്റെ സമ്പത്ത് നിനക്ക് ഉപകരിക്കില്ല, നിന്റെ സന്താനം നിനക്ക് ഉപകരിക്കില്ല, നിന്റെ ഐഹിക ലോകത്തെ സംവിധാനമൊന്നും നിനക്ക് ഉപകരിക്കില്ല. മക്കൾ ഉപകരിക്കാത്ത ദിവസമാണ്, സമ്പത്ത് ഉപകരിക്കാത്ത ദിവസമാണ്. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലാമത്തായ ഖൽബുമായി അല്ലാഹുവിനെ കണ്ടുമുട്ടിയവനല്ലാതെ രക്ഷയില്ലാത്ത ദിവസമാണ്. ഒരേ ഒരു കാര്യമേ ആഖിറത്തിൽ നമുക്ക് ഗുണമാവൂ, ഒരേ ഒരു കാര്യമേ ആഖിറത്തിൽ നമുക്ക് അനുകൂലമാകൂ, അത് മറ്റൊന്നുമല്ല, നേരെ മറിച്ച് ഖൽബുൻ സലീം. സലാമത്തുൽ ഖൽബാണ്, ഹൃദയത്തിന്റെ സുരക്ഷിതത്വമാണ്, സലാമത്തുള്ള ഖൽബാണ്.
ഖുലൂബുൻ നഖിയ, ശുദ്ധമായ ഖൽബാണ്. നുഫൂസുസ് സക്കിയ, സംസ്കൃതമായ ഉള്ളാണ്. നമ്മൾ പുറത്ത് കാണിച്ച ജാടകളല്ല, ഇട്ടു നടന്ന കോട്ടല്ല, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മൾ ഭൗതികമായി മറ്റുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടി ധരിച്ച വസ്ത്രങ്ങളോ, അതല്ലെങ്കിൽ നമ്മുടേതായ ആടയാഭരണങ്ങളോ, അതല്ലെങ്കിൽ നമ്മൾ വെച്ച കൂളിംഗ് ഗ്ലാസോ, അതല്ലെങ്കിൽ നമ്മൾ ധരിച്ച ബ്രാൻഡഡ് ഡ്രസ്സോ, ഇതൊന്നുമല്ല. അതിന്റെ ഉള്ളകത്ത് നമ്മൾ നെഞ്ചിന്റെ ഉള്ളിൽ, വാരിയലിന്റെ ഉള്ളിൽ സൂക്ഷിച്ച ഖൽബ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നോട്ടം അവിടേക്കായിരുന്നു. എന്റെ ബാഹ്യമായ പ്രകടനങ്ങളിലേക്കോ എന്റെ ചേഷ്ടകളിലേക്കോ ഒന്നുമല്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും വഅഅമാലികും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, നിങ്ങളുടെ ബാഹ്യമായ സമ്പത്തിലേക്കോ നിങ്ങളുടെ ബാഹ്യരൂപങ്ങളിലേക്കോ ആയിരുന്നില്ല റബ്ബ് നോക്കിയത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും, ഉള്ളകത്തേക്കാൾ, ഖൽബിന്റെ ഉള്ളിലേക്കാൾ. ആ ഖൽബ് സലാമത്തുള്ള ഖൽബാകണമെങ്കിൽ, ആ ഖൽബ് രക്ഷപ്പെട്ട ഖൽബാകണമെങ്കിൽ അതിന് ചില പ്രത്യേകതകൾ ഉണ്ടാകണം. ഹുവല്ലദീ സലിമ മിനശ്ശിർകി വൽഗില്ലി വൽഹിഖ്ദി വൽഹസദി വസ്സുഹി വൽകിബ്രി വഹുബ്ബി ദുനിയാ വറിയാസ. സലാമത്തുള്ള ഖൽബിന്റെ പ്രത്യേകത, ആ ഖൽബിൽ ശിർക്ക് ഉണ്ടാവില്ല. ശിർക്ക് ആ ഖൽബിലേക്ക് കടന്നു വരില്ല. ശിർക്കിന് ആ ഖൽബിൽ സ്ഥാനമുണ്ടാവില്ല. ഹൃദയം ശുദ്ധമാകാൻ ഒന്നാമത് വേണ്ടത് തൗഹീദാണ്. ഒന്നാമത് വേണ്ടത് തൗഹീദാണ്. മഹത്തായ തൗഹീദിന്റെ പേരിൽ ഒരു ക്യാമ്പയിന്റെ സമാപനം കൂടിയാണല്ലോ ഇത്. അപ്പൊ സലാമത്തുൽ ഖൽബ് ലാ തതിമ്മു സലാമത്തുൽ ഖൽബി മുത്ലഖൻ ഹത്താ യുസ്ലമ മിൻ ഖംസ. 5 കാര്യങ്ങളിൽ നിന്ന് സുരക്ഷിതമായിരിക്കണം ഖൽബ്. 5 കേടുപാടുകൾ ബാധിക്കാത്തതായിരിക്കണം ഖൽബ്. അതാണ് രക്ഷപ്പെട്ട ഖൽബ്, ആഖിറത്തിൽ അല്ലാഹു പരിഗണിക്കുന്ന ഖൽബ്. അതിലൊന്നാമത്തെ കാര്യം മിൻ ശിർകിൻ യുനാഖിദു തൗഹീദ്, തൗഹീദിനെ തകർക്കുന്ന, ശിർക്കുമായി ഒരു ബന്ധവുമില്ലാത്ത ഖൽബ്, ശിർക്കിനെ വെറുക്കുന്ന ഖൽബ്, ശിർക്കുമായി ബന്ധമില്ലാത്ത ഖൽബ്. വബിദ്അത്തിൻ തുഖാലിഫു സുന്ന, സുന്നത്തിനെതിരാകുന്ന ബിദ്അത്ത് വലിച്ചെറിഞ്ഞ ഖൽബ്. സലാമത്തുൽ ഖൽബ്, ആഖിറത്തിൽ അല്ലാഹു സ്വീകരിക്കുന്ന ഹൃദയം എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടുവച്ചിട്ട് ഇതാ പടച്ചോനെ എടുത്തോ എന്റെ ഖൽബിതാ എന്ന് പറഞ്ഞു കൊടുത്താൽ അല്ലാഹു ഖബൂലാക്കൂല, അല്ലാഹു സ്വീകരിക്കില്ല. കാരണം ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ, അല്ലാഹു പരമപരിശുദ്ധനാണ്, പരിശുദ്ധമായതല്ലാതെ അല്ലാഹു സ്വീകരിക്കില്ല. പരിശുദ്ധമായ ഖൽബല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. അപ്പോൾ ഒന്നാമത് അല്ലാഹുവിനെ സ്വീകരിച്ച ഖൽബാകണം. അല്ലാഹുവിനെ സ്വീകരിച്ച ഖൽബ് എന്ന് പറയുമ്പോൾ ഹുവല്ലദീ ഹമ്മുഹു കുല്ലുഹു ഫില്ലാഹ് വഹുബ്ബുഹു കുല്ലുഹു ലഹു വഖസ്തുഹു ലഹു വബദനുഹു ലഹു വഅമാലുഹു ലഹു വനൗമുഹു ലഹു വയഖ്ലത്തുഹു ലഹു. ആ ഖൽബ് അല്ലാഹുവിനെ സ്നേഹിച്ചവരാണ് ഖൽബാണ്, അല്ലാഹുവിനെ ലക്ഷ്യം വെച്ച ഖൽബാണ്. ആ ഖൽബിന്റെ സർവ്വ ഭയവും അല്ലാഹുവിന്റെ കാര്യത്തിലായിരുന്നു. ആ ഖൽബിന്റെ ടെൻഷൻ അല്ലാഹുവിന്റെ വിഷയത്തിലായിരുന്നു. വഖസ്തുഹു ലഹു, ആ ഖൽബിന്റെ ലക്ഷ്യം അല്ലാഹുവായിരുന്നു. വബദനുഹു ലഹു, അവന്റെ ശരീരവും അല്ലാഹുവിന് വേണ്ടിയായിരുന്നു. വഅമാലുഹു ലഹു, അവന്റെ അമലുകൾ അല്ലാഹുവിന് വേണ്ടിയായിരുന്നു. എത്രത്തോളം വനൗമുഹു ലഹു, അവന്റെ ഉറക്കം പോലും അല്ലാഹുവിന് വേണ്ടിയായിരുന്നു. മനസ്സിലാക്കണം, ഈ ഇരുത്തം വെറുതെയാകരുത്, ഈ സമ്മേളനം വെറുതെയാകരുത്, ഈ സംസാരം വെറുതെയാകരുത്, ഈ കൂടിക്കാഴ്ച വെറുതെയാകരുത്. നേരെ മറിച്ച് അല്ലാഹു നാളെ ആഖിറത്തിൽ നമ്മെ വിളിച്ചു വരുത്തുമ്പോ നമ്മുടെ മക്കൾ, ആ മക്കൾ അവിടെ ഉണ്ടാകും, ബന്ധുക്കൾ അവിടെ ഉണ്ടാകും, കൂട്ടുകുടുംബാദികൾ അവിടെ ഉണ്ടാകും. പക്ഷേ ഒരാളും അടുത്തേക്ക് വരാനെന്ന് ധൈര്യം കാണിക്കില്ലല്ലോ. അമ്പിയാക്കൾ പോലും അന്നത്തെ അവസ്ഥയായി ഇതാ പ്രകടിപ്പിക്കുന്നത്, പറയപ്പെട്ടത് യൗമ യദ്ഉ ആദമു വ അംബിയാ നഫ്സി 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 നഫ്സിയാ. ആദം അലൈഹിസ്സലാം മുതൽ ഈസാ നബി വരെയുള്ള സർവ്വ പ്രവാചകന്മാരും ആഖിറത്തിൽ വരുമ്പോൾ വിളിച്ചു പറയുന്നത് നഫ്സി നഫ്സി നഫ്സി, എന്റെ കാര്യം എന്റെ കാര്യം എന്റെ കാര്യം എന്നാണ്. ഖുർആൻ അത് വിശദീകരിച്ചില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. വാപ്പയെ കാണുമ്പോൾ ഉമ്മ ഓടിക്കളയുകയാണ്, ഉമ്മയിൽ നിന്ന് ഉപ്പ ഓടിക്കളയുകയാണ്, മക്കളിൽ നിന്ന് മാതാപിതാക്കൾ ഓടിയകലുകയാണ്, മാതാപിതാക്കൾ മക്കളിൽ നിന്ന് ഓടിക്കളയുകയാണ്.
സഹോദരനെ കാണുമ്പോൾ സഹോദരൻ ഓടിമറുകയാണ്. കാരണം എല്ലാവർക്കും അവനവന്റെ പ്രശ്നമാണെന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? അങ്ങനെ ആരും ഇതാ ഓടി വരാത്ത ഫലാ അൻസാബ ബൈനഹും, ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്ന ദിവസത്തിൽ അതേ റബ്ബിന്റെ മുന്നിൽ ഒറ്റക്ക് നിൽക്കുമ്പോൾ അള്ളാഹു പരിഗണിക്കുന്ന കൽബാകണമെങ്കിൽ, അള്ളാഹു പരിഗണിക്കുന്നവരാകണമെങ്കിൽ അമൽ അള്ളാഹുവിനാകണം, ഉറക്കം അള്ളാഹുവിന് വേണ്ടിയാകണം, നടത്തം അള്ളാഹുവിന് വേണ്ടിയാകണം, ലക്ഷ്യം അള്ളാഹുവാകണം, സർവ്വതും അള്ളാഹുവിന് വേണ്ടിയാകണം. അതല്ലേ ഒരു മുഅ്മിനായ മനുഷ്യൻ വിരിപ്പിലേക്ക് പോകുമ്പോൾ പോലും, ഉറക്കിലേക്ക് പോകുമ്പോൾ പോലും വുദുവെടുത്ത് പോകുന്നത്. വുദുവെടുത്ത് പോകാനല്ലേ റസൂല് പറഞ്ഞത്? ഇദാ അതൈത മൽജഅക, മോനെ നീ വിരിപ്പിലേക്ക് ഉറങ്ങാൻ പോകുമ്പോൾ പോലും ഫതവല്ല വുദൂഅക ലിസ്സലാ, ജുമുഅക്ക് പോകുമ്പോൾ വുദു എടുക്കുന്നത് പോലെ, ദുഹർ നിസ്കരിക്കുമ്പോൾ വുദു എടുക്കുന്നത് പോലെ ഉറങ്ങാൻ പോകുമ്പോഴും വുദു എടുത്ത് പോണേ മോനെ എന്ന് മാത്രമല്ല, സുമ്മൽ തജ്അലാ ശിക്കൽ ഐമൻ, വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണേ മോനെ. എന്നിട്ട് ആ ഉറങ്ങുന്ന വേളയിൽ, ഉറങ്ങുന്നതിന് മുമ്പ് അവസാനമായി പറയണേ, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക് വഫവ്വൽതു അംരി ഇലൈക് വഅൽജഅതു ളഹ്രി ഇലൈക് റഹബതൻ വറഗ്ബതൻ ഇലൈക് ലാ മൻജഅ വലാ മൽജഅ മിൻക ഇല്ലാ ഇലൈക് ആമന്തു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത. അല്ലാഹുവേ, ഞാൻ എന്നെ ഇതാ നിനക്ക് സമർപ്പിച്ചു അല്ലാഹ്. എന്റെ പാശം നിന്നിലേക്ക് വെച്ചു തന്നിരിക്കുന്നു അല്ലാഹ്. എന്റെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവേ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു അല്ലാഹ്. അല്ലാഹുവേ, എന്റെ പ്രതീക്ഷ നീയാണ് അല്ലാഹ്, എന്റെ അഭയം നീയാണ് അല്ലാഹ്, എന്റെ ഭയം നിന്റെ കാര്യത്തിലാണ് അല്ലാഹ്, എന്റെ അഭയം നീയാണ് അല്ലാഹ്. ആമന്തു ബികിതാബികല്ലദീ അൻസൽത, നീ അവതരിപ്പിച്ച കിതാബിൽ ഖുർആനിൽ വിശ്വസിച്ചവനാണു ഞാൻ. ഖുർആൻ കേവലം എന്തെങ്കിലും സമ്മാനത്തിന് വേണ്ടി മാത്രം സ്വീകരിച്ചതല്ല, നേരെ മറിച്ച് ഖുർആനിനെ ആവാഹിച്ചവനാണ് ഞാൻ. ആമന്തു ബികിതാബികല്ലദീ അൻസൽത, വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് നീ ഇട്ടുതന്ന ഹബിലായ ഹബിലും മംദൂദും മിനസ്സമാഇ ഇലൽ അർള്, വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയിട്ട് തന്ന ഈ വിശുദ്ധമായ ഖുർആൻ അത് സ്വീകരിച്ചവനാണ്, അതിൽ വിശ്വസിച്ചവനാണ് അല്ലാഹ് ഞാൻ. മാത്രമല്ല വബിനബിയികല്ലദീ അർസൽത, നിന്നോടുള്ള മഹബത്തിന്റെ ഭാഗമായി അല്ലാഹുവേ ഞങ്ങൾക്ക് മുന്നിൽ മാതൃകാ പുരുഷനായി ഇറക്കി തന്ന് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവനാണു ഞാൻ, മുത്തുനബിയെ സ്വീകരിച്ചവനാണു ഞാൻ എന്ന് പറഞ്ഞിട്ടല്ലാതെ ഉറങ്ങരുത്. എല്ലാ ദിവസവും അവസാനമായൊരു ഒരു മനുഷ്യൻ മുഅ്മിൻ പറയുന്ന വാക്കതാകണം. അങ്ങനെ പറഞ്ഞ് നീ ഉറങ്ങിയാൽ ആ ഉറക്കിൽ പാതിരാത്രിയിൽ 1 മണിക്കോ 2 മണിക്കോ 12 മണിക്കോ ആ ഉറക്കിനിടയിൽ എപ്പോഴെങ്കിലും നിനക്കൊരറ്റാക്ക് സംഭവിച്ച് ഈ ലോകത്ത് നിന്ന് നീ പിടഞ്ഞു പോയാൽ, പിറ്റേ ദിവസത്തെ പ്രഭാതം നിനക്ക് കാണാനില്ലാതെ പിറ്റേ ദിവസം ആളുകൾ നിന്റെ മയ്യത്തെടുക്കാൻ വേണ്ടി തിരക്ക് കൂട്ടിയാൽ, ആ രാത്രിയിൽ നീ മരിച്ചു പോയാൽ മുത്തഅലൽ ഫിത്ര, ശുദ്ധമായ പ്രകൃതിയിലായിരിക്കും നീ മരിച്ചു പോവുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ലയോ? അതുകൊണ്ട് തന്നെ മുഅ്മിനായ മനുഷ്യരെ, വിശ്വാസികളായ ആളുകളെ, ഈ മഹത്തായ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരെ, ഇതിവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെ അവസാന സമയമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ ഉണ്ട്. ഈ സമയത്ത് ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോ തൗഹീദിന് വേണ്ടി ഒന്നിച്ചവരാണ് നമ്മൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ഒന്നിച്ചവരാണ് നമ്മൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ട് സർവ്വതും സമർപ്പിക്കാൻ തയ്യാറായവരാണ് നമ്മൾ. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദത്തിനെ സ്വീകരിച്ചവനാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന മഹത്തായ ഷഹാദത്തിന് സാക്ഷ്യം വഹിച്ചവനായതുകൊണ്ട് തന്നെ അല്ലാഹ് പറഞ്ഞില്ലേ, അല്ലാഹുവിനോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാഹുവിന്റെ മഹബ്ബത്ത് നിങ്ങൾക്ക് വേണോ? അല്ലാഹുവിന്റെ സ്നേഹം നിങ്ങൾക്ക് വേണോ? അല്ലാഹുവിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എങ്കിൽ മുഹമ്മദുർ റസൂലിനെ പിൻപറ്റൂന്നല്ലേ അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് എത്താനുള്ള, റബ്ബിലേക്കുള്ള വഴിയല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തൗഹീദ് മുഹമ്മദുർ റസൂലുള്ളാഹിയിലൂടെ, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമുക്ക് തന്ന മഹത്തായ മധുരമായ തൗഹീദ്, ആ തൗഹീദിനെ നെഞ്ചിലേറ്റണേ, അല്ലാഹുവിനെ നെഞ്ചിലേറ്റണേ. അല്ലാഹു യാ അഅദബൽ അൽഫാദി ഫീ ലുഗതി വയാ അജല്ല ഹുറൂഫിൻ ഫീ മആനിഹാ. ജീവിതത്തിലെ ഏറ്റവും മധുരമുള്ള വാക്ക്,
ജീവിതത്തിലെ ഏറ്റവും മധുരമുള്ള വാക്ക്. എന്റെ ഭാഷ, ഞാൻ കർണാടകയിൽ കന്നഡയിൽ സംസാരിക്കുന്നവനായാലും ഉറുദു പറയുന്നവനാണെങ്കിലും, ഇനി അതല്ല തുളു പറയുന്നവനാണെങ്കിലും, അതേ മലയാളം പറയുന്നവനാണെങ്കിലും, ഇംഗ്ലീഷ് പറയുന്നവനാണെങ്കിലും, അല്ലാഹ് യാ അഅദബൽ അൽഫാദ് ഫീ ലുഗതി വയാ അജല്ല ഹുറൂഫിൻ ഫീ മആനിഹാ, എന്റെ ഭാഷയിൽ എനിക്ക് ഏറ്റവും മധുരമുള്ള വാക്ക് അത് അല്ലാഹ് എന്ന വാക്കാണ്. അല്ലാഹ് എന്ന വാക്കാണ്. അതിലെ ഓരോ അക്ഷരവും അത്യുന്നതമായ അർത്ഥമുള്ള ജലാലത്തിന്റെ ഇസ്മാണ്. വയാ അജല്ല ഹുറൂഫിൻ ഫീ മആനിഹാ, ഈ മഹത്തായ വിശാല വിസ്തൃതമായ പ്രപഞ്ചത്തിലെ ഓരോ താളത്തിലും ഓളത്തിലും അതിന്റെ ഓരോ സെല്ലിലും അതിന്റെ ഓരോ ആറ്റത്തിലും അതിന്റെ ഓരോ പ്രോട്ടോണിലും അതുപോലെ തന്നെ ന്യൂട്രോണിലും അതിന്റെ അകത്തളത്തും അതിന്റെ കോർക്കിലും എല്ലായിടത്തും ഉല്ലേഖനം ചെയ്യപ്പെട്ട മഹത്തായ കലിമത്ത് അല്ലാഹ്. അല്ലാഹു യാ അംദഅൽ അസ്മാഇ കം സഈദത് നഫ്സി വഫാള സുറൂരി ഹീന അർവിഹാ. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആനന്ദകരമായ നാമം അത് അല്ലാഹ് എന്ന നാമമാണ്. എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന നാമം അത് അല്ലാഹ് എന്ന നാമമാണ്. മാത്രമല്ല നഫ്സി വഫഅദ സുറൂരിഹീന അർവിഹാ, എന്റെ കൽബകത്ത് നിന്ന് അല്ലാഹ് എന്ന വാക്ക് പുറത്തേക്ക് വരുമ്പോ എനിക്ക് കുളിര് കയറുകയാണ്, എനിക്ക് ആനന്ദമുണ്ടാവുകയാണ്, എനിക്ക് സന്തോഷമുണ്ടാവുകയാണ്. അല്ലാഹു ഉൻസി വബുസ്താനി വഖാഫിയതി അല്ലാഹു യാ സീനത്തദ് ദുനിയാ വമാ ഫീഹാ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലെ എന്റെ ഭംഗി അള്ളയാണ്. ഈ ദുനിയാവിലുള്ള എല്ലാത്തിനേക്കാളും എനിക്ക് ഭംഗിയായവൻ അള്ളയാണ്. മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ആ എന്റെ ഇണക്കം റബ്ബിനോടാണ്, എന്റെ പ്രത്യാശ റബ്ബിലേക്കാണ്. എന്റെ ഏറ്റവും സുന്ദരമായ തോട്ടം അല്ലാഹുവാണ്. എന്റെ മനസ്സിലെ വർണ്ണാഭം അള്ളയാണ്. ആ രൂപത്തിൽ അല്ലാഹുവിലേക്ക് പൂർണ്ണമായി ഇറങ്ങിച്ചെല്ലാൻ, ആ റബ്ബിനെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ, തൗഹീദ് അത് പൂർണ്ണമായി ഉറപ്പിച്ചുകൊണ്ട്, അതേ നമ്മുടെ ജീവിതമാകട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ ഒടുക്കമാകട്ടെ, നമ്മുടെ ലക്ഷ്യമാകട്ടെ, മിനല്ലാഹി ലില്ലാഹി ഇലല്ലാഹ്. ഈ മൂന്ന് കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കണം. തൗഹീദാണിത്. വേറൊന്നും നമുക്ക് ലക്ഷ്യമല്ല. നമ്മുടെ മുന്നിൽ മരിച്ച് മൺമറഞ്ഞു പോയവരില്ല, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ശവകുടീരങ്ങളില്ല, മക്ബറകളില്ല, മരങ്ങളില്ല, അതുപോലെ തന്നെ കല്ലുകളില്ല, വിഗ്രഹങ്ങളില്ല, മനുഷ്യൻ തീർത്ത ഒന്നുമില്ല, ഒരു പടപ്പുമില്ല, പശുവില്ല, നാൽക്കാലിയില്ല, ഇഴജന്തുക്കളില്ല, ജിന്നില്ല, മലക്കില്ല. നേരെ മറിച്ച് മിനല്ലാഹ്, ആ അല്ലാഹുവിൽ നിന്നാണ് നമ്മളെങ്കിൽ എന്റെ ഈ ലോകത്തെ ജീവിതം ലില്ലാഹ്, അല്ലാഹുവിനാണ്. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. സുബ്ഹാനല്ലാഹ്, സർവപരിശുദ്ധിയും അല്ലാഹുവിനാണ്. എന്റെ ജീവിതത്തിലെ തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിൽ ഞാൻ വരമേൽപ്പിക്കുകയാണ്. എന്റെ ജീവിതം ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹ്, എന്റെ ജീവിതം അല്ലാഹ്ക്കാണ്, എന്റെ മരണം അല്ലാഹ്ക്കാണ്, എന്റെ നിസ്കാരം അല്ലാഹ്ക്കാണ്, എന്റെ മറ്റു ഇബാദത്തുകൾ അല്ലാഹ്ക്കാണ്. ദുനിയാവിൽ എന്റെ ജീവിതത്തിലെ ശ്വാസവും എന്റെ അടക്കവും എന്റെ സുഖൂനും എന്റെ ഹറകാത്തുകളും എന്റെ അനക്കങ്ങളും സർവ്വതും ലില്ലാഹ്, അല്ലാഹുവിനാണ്. അവസാനം അല്ലാഹ് അനുവദിച്ചു തന്ന ശ്വാസം ഇങ്ങനെ വലിച്ച് വലിച്ച് അവസാനത്തെ ശ്വാസം ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള യാത്രയാണ്, റബ്ബിലേക്ക് ഉയർന്നു പോകാനുള്ള യാത്രയാണ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നതു ർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അവസാന നിമിഷത്തിൽ അല്ലാഹുവിലേക്ക് വാ. ഇർജിഇ ഇലാ റബ്ബിക്, മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിലേക്ക് വാ. അല്ലാഹുവിനെ കാണാൻ, അല്ലാഹുവിന്റെ ലിഖായിലുള്ള അവസരത്തിലേക്ക് വാ. നിന്റെ കാര്യത്തിൽ അല്ലാഹു തൃപ്തനാണടാ. നിന്റെ കാര്യത്തിൽ അല്ലാഹു തൃപ്തനാണ്. അല്ലാഹു നിന്റെ കാര്യത്തിൽ തൃപ്തിയുള്ളവനാണ്. നീ അല്ലാഹുവിൽ തൃപ്തനായതുപോലെ
നിന്റെ കാര്യത്തിൽ എല്ലാത്തിലും അല്ലാഹുവിനെ നീ പരിഗണിച്ചതുപോലെ, അല്ലാഹുവിനെ നീ മുന്നിൽ നിർത്തിയതുപോലെ, അല്ലാഹുവിനെ അക്ബറായി പ്രഖ്യാപിച്ചതുപോലെ, നിന്റെ ഓരോ കാര്യത്തിലും അല്ലാഹുവിനെ നീ തൃപ്തിപ്പെട്ടതുപോലെ അല്ലാഹു നിന്റെ കാര്യത്തിലും തൃപ്തനാണ്. അതുകൊണ്ട് ഇർജിഇ ഇലാ റബ്ബിക്, മലക്കുകൾ വന്ന് പറയാണ്, വാടാ എങ്ങോട്ട്? ഇലാ റബ്ബിക്, റബ്ബിലേക്ക് വാ എന്ന് പറയുമ്പോ സന്തോഷത്തോടെ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് കയറിപ്പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ സ്വീകരിക്കുന്നവരായി അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു ഉൾക്കൊള്ളുന്നവരായി അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ അടിമയാണ് നമ്മൾ. നമ്മുടെ അഭിമാനമതാണ്, നമ്മുടെ ജീവിതത്തിലെ അഭിമാനമതാണ്, നമ്മുടെ ആനന്ദമതാണ്. അല്ലാഹുവിന്റെ ദാസനായിരിക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആനന്ദം, ഏറ്റവും വലിയ സന്തോഷം. അതാണ് നമ്മൾ അല്ലാഹുവിന്റെ അടിമയായി, അല്ലാഹുവിന്റെ അബിദായി, അവനുള്ള ഉബൂദിയത്ത് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആനന്ദകരമായ സന്തോഷമുള്ള കാര്യം. അതിനപ്പുറം നമുക്കൊരു സന്തോഷമില്ല, നമുക്കൊരു ആനന്ദവുമില്ല. അല്ലാഹുവിലേക്ക് അല്ലെങ്കിൽ അല്ലാഹുവിന്റെ അബിദായി, അല്ലാഹുവിന്റെ ദാസനായി ജീവിക്കാൻ കഴിയുന്ന എന്ന ആനന്ദം മാത്രമല്ല, നമ്മുടെ ഉടമയായി, നമ്മുടെ യജമാനനായി അല്ലാഹുവുണ്ട്, റബ്ബാണ് എൻ്റെ ഉടമ എന്ന സന്തോഷമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ആനന്ദകരമായ സംഗതി. അതുകൊണ്ട് അത് അനുഭവിക്കുമ്പോ, അത് ആസ്വദിക്കുമ്പോ അല്ലാഹുവിനെ ഉൾക്കൊണ്ട് ആ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകാതെ, മാറിപ്പോകാതെ അവസാന നിമിഷം വരെ ആ റബ്ബിന്റെ മാർഗത്തിൽ തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമയം അത് സ്വീകരിക്കുന്ന സമയമായി, അല്ലാഹു നമ്മെ ഏറ്റെടുക്കുന്ന സമയമായി, മഹത്തായ സമയത്ത് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് മനുഷ്യരുടെ അധ്വാനമാണിത്, ഒരുപാട് ആളുകളുടെ സ്വപ്നമാണിത്, ഒരുപാട് ആളുകളുടെ പരിശ്രമമാണ്. ദുനിയാവിന്റെ അവരുടെ ആവശ്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, നീക്കിവെച്ചുകൊണ്ട് അവരുടെ സമ്പത്തും സമയവും ചെലവഴിച്ച് അവർ നടത്തുന്ന അധ്വാനമാണ് ഇത്തരം പരിശ്രമങ്ങൾ. അല്ലാഹുവേ, അവരുടെ ഈ ജുഹൂദ്, അവരുടെ ഈ പരിശ്രമം നിന്നെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള, നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള ഈ അധ്വാനം നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ നിന്ന് മറഞ്ഞുപോയവർ, അല്ലാഹുവേ നിന്നിലേക്ക് എത്തിയവർ, ഞങ്ങളുടെ മുന്നേ സഞ്ചരിച്ചവർ, അവർ ഞങ്ങളുടെ നേതാക്കന്മാരുണ്ട്, കാരണവന്മാരുണ്ട്. ഈ കർണാടകയിലേക്ക് വരുമ്പോൾ എപ്പോഴും സ്വീകരിക്കുന്നവരുണ്ട്. അവരിൽ പലരും ഇന്നില്ല, അവരിൽ പലരും നമുക്ക് മുന്നേ പോയി. അവർ സ്വാബിഖീങ്ങളാണ്, നമ്മുടെ മുന്നേ അവർ പോയതാണ്. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. ഞങ്ങളും പുറകെയുണ്ട്, അവരുടെ പിന്നാലെ നമുക്കുണ്ട്, അവരുടെ പിന്നാലെ നമ്മളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളും അങ്ങോട്ട് പോയി ചേരാനുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നേ മറഞ്ഞുപോയവർ, നമ്മുടെ കാരണവന്മാർ, നമ്മുടെ നേതാക്കൾ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ ബാപ്പ ഉപ്പമാർ, അതുപോലെ തന്നെ നമ്മുടെ ഉപ്പാപ്പമാർ, അതുപോലെ നമ്മുടെ ഉമ്മമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി സ്വീകരിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നിന്റെ ദീൻ ഉൾക്കൊള്ളാനുള്ള ഹൃദയ വിശാലത ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. നിന്റെ പ്രവാചകനോട് നീ പറഞ്ഞില്ലേ, അലം നശ്റഹ് ലക സദ്റക്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളുടെ ഹൃദയം വലുതാക്കി തന്നില്ലയോ, വലിപ്പമേറി തന്നില്ലയോ, വിശാലമാക്കി തന്നില്ലയോ എന്ന് ചോദിച്ചതുപോലെ അല്ലാഹുവേ, ഞങ്ങളുടെ കൽബുകൾക്ക് നീ വലിപ്പം തരണേ അല്ലാഹ്. നിന്നെ ഉൾക്കൊള്ളാൻ, നിന്റെ തൗഹീദ് ഉൾക്കൊള്ളാൻ, നിന്റെ റസൂലിന്റെ റിസാലത്ത് ഉൾക്കൊള്ളാൻ, അല്ലാഹു വിശാലമായ ദീനെ ഉൾക്കൊള്ളാനുള്ള വലിപ്പം ഞങ്ങളുടെ കൽബിനെ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഖുർആനിന്റെ അഹ്ലായി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രൊജക്ടുകൾ ലോകത്ത് നടക്കുന്നുണ്ട്. ഖുർആൻ സിറ്റി വലിയ ലക്ഷ്യമാണ്, കേരളത്തിൽ ഇൻഷാ അല്ലാഹ് വരാൻ പോകുന്ന വലിയ സ്വപ്നമാണ് ഖുർആന്റെ പേരിൽ. അതുപോലെ തന്നെ ലേൺ ദ ഖുർആൻ ലോകവ്യാപകമായി എന്ന് സഞ്ചരിക്കുന്ന, പ്രവർത്തിക്കുന്ന വലിയ സംവിധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്വാനത്തെ മുഴുവൻ സ്വീകരിക്കുകയും അതിന്റെ എല്ലാവിധ ബറകാത്തുകളും എല്ലാവിധ നന്മകളും നമുക്ക് എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.